പാലിയേക്കര ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തിവച്ചിരിക്കുന്നു. ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. പരാതിക്കാരൻ തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനൊപ്പം ഇപ്പോൾ ലെവിൻ കെ വിജയൻ ചേരുകയാണ്. ലെവിൻ, പരാതിക്കാർക്ക് താൽക്കാലികമായെങ്കിലും വിജയമാണ്. 1 മാസത്തേക്കാണ് ടോൾ പിരിവ് നിർത്തിവച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ജോസഫ് ടാജറ്റ് നമ്മളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ? ലക്ഷ്മി, 2012 മുതൽ നീണ്ട 12 വർഷത്തിലേറെ കാലയളവിലാണ് പാലിയേക്കരയിൽ ടോൾ പിരിവ് ആരംഭിച്ചിട്ടുള്ളത്. 825 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയാണ് ഈ ടോൾ പിരിവിന് ഇത്ര മനുഷ്യരുടെ കഴുത്ത് കുത്തിപ്പിടിച്ചുള്ള ടോൾ പിരിവ് എന്ന് വേണമെങ്കിൽ പറയാം. കൃത്യമായ ഗതാഗത പ്രശ്നങ്ങൾ യാതൊന്നും പരിഹാരം കാണാതെ, ബ്ലാക്ക് സ്പോട്ടുകളിലെ പുനർനിർമ്മാണങ്ങൾ നടത്താതെ ഇത്രയധികം വർഷങ്ങളിലായി ഇരട്ടിയിലധികം തുക പിരിച്ചെടുത്ത് ആളുകളെ വലിയ തോതിൽ ബുദ്ധിമുട്ടിച്ചത്. അതിനെതിരെ ഹർജിക്കാരനായി കോടതിയെ സമീപിച്ചത് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റും അതോടൊപ്പം തന്നെ KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്തുമാണ്. ഇപ്പോൾ DCC പ്രസിഡന്റ് തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ കോടതിയുടേതായിട്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നു. 1 മാസ കാലയളവിലേക്ക് ടോൾ പിരിവ് നിർത്തിവെക്കാനുള്ള ഉത്തരവാണ് വന്നത്. എത്രമാത്രം ആശ്വാസകരമാണ് ഈ തീരുമാനം? തീർച്ചയായും ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശ്വാസകരമായ ഒരു വിധി തന്നെയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ പോരാട്ടത്തിലാണ്. ഓരോ സമയങ്ങളിലും നടക്കുന്ന ഇവരുടെ ക്രമക്കേടുകൾ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിപ്പോൾ കോടതി അത് അഡ്മിറ്റ് ചെയ്തതിൽ വലിയ സന്തോഷമുണ്ട്. പക്ഷേ ഇതിന് മുൻപൊക്കെ നമ്മൾ കേസ് കൊടുക്കുമ്പോൾ NHAയും അതുപോലെ തന്നെ കമ്പനിയും അതൊക്കെ ശരിയാക്കി പോകുന്നു എന്നുള്ള അഫിഡവിറ്റ് കൊടുത്താണ് അവർ ഈ കേസുകളിലൊക്കെ രക്ഷപ്പെട്ടത്. ഇതിന്നിപ്പോൾ ജനങ്ങൾ ദൈനംദിന ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്നത് കോടതി തന്നെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ ബഹുമാനപ്പെട്ട ജഡ്ജസ് ഉൾപ്പെടെയുള്ളവർ യാത്ര ചെയ്യുമ്പോൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു വിധി കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇത് ശാശ്വതമായി ഈ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തേണ്ട കമ്പനിയാണ്. കാരണം ഈ കരാറിൽ പറയുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമല്ല, എല്ലാം കരാർ ലംഘനമാണ്, ടോട്ടലി ലംഘനമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2500 കോടി രൂപയുടെ ഫൈൻ ഇവർക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. NHA കമ്പനിക്ക് ഇത്രയും പിഴ ഇപ്പോൾ ചുമത്തിക്കഴിഞ്ഞു. ഇത് ഒരു 8 മാസം മുൻപാണ് 2245 കോടി രൂപ. ഇപ്പോൾ അത് 2500 കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോഴും വിവരാവകാശം കൊടുത്തിട്ടുണ്ട്. ഈ ആഴ്ച കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ പറയണത്, എന്തിനാണ് ഈ പിഴ അടപ്പിക്കുന്നത്? അപ്പോൾ അത്രയും കരാർ ലംഘനമാണ്. പ്രഥമദൃഷ്ടിയ എല്ലാ ജനങ്ങളും അത്രയും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ബഹുമാനപ്പെട്ട കോടതി അത് കണ്ടെത്തിയതിൽ വലിയ സന്തോഷം തന്നെയാണ്. ഈ കരാർ ലംഘനങ്ങൾ തുടരുമ്പോഴും ബ്ലാക്ക് സ്പോട്ടുകൾ അടക്കമുള്ള ഭാഗങ്ങളുടെ പുനർനിർമ്മാണം നടക്കാതിരിക്കുകയും ഗതാഗതക്കുരുക്കും നിർമ്മാണ പ്രവർത്തനങ്ങളുമൊക്കെ വൈകി വന്ന് നടത്തുകയും ചെയ്തതോടുകൂടി വലിയ കരാർ ലംഘനം തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതോടൊപ്പം തന്നെയാണ് ഈ നിശ്ചിത കാലയളവിൽ വർഷാവർഷങ്ങൾക്കിടയിൽ ടോൾ പിരിവ് അത് തുക വർദ്ധിപ്പിക്കുകയും ഇരട്ടിയാക്കുകയും ചെയ്ത നടപടി, അത് എത്രത്തോളം ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്? അതായത് നമ്മളുടെ ഹർജി ഇപ്പോഴും പെൻഡിങ് ആണ്. ഇതൊരു ഇൻട്രീം ഓർഡറാണ്. ഫൈനൽ ഓർഡർ ഇതുവരെ വന്നിട്ടില്ല. ഇതിപ്പോൾ ഇൻട്രീം ഓർഡറാണ്. ഈ സെപ്റ്റംബർ 1 വീണ്ടും ഹൈക്ക് വരുന്നതാണ്. നമ്മൾ കോടതിയിൽ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 2018 തൊട്ട് ഞാനത് സ്ഥിരമായി ഹൈക്കിനെതിരെ പോവാണ്. അപ്പോൾ 2019 ഇവർ കമ്പനിക്ക് വേണ്ടി ഹാജരായ സീനിയർ അഡ്വക്കേറ്റ് ശ്രീകുമാർ കൊടുത്ത് എല്ലാ പണിയും പൂർത്തീകരിച്ചു എന്നാണ്. പക്ഷേ 2022 സേഫ്റ്റി ഓഡിറ്റ് വന്നപ്പോൾ അതിൽ പറയുന്ന നിർദ്ദേശങ്ങൾ ഇപ്പോഴും പെൻഡിങ് ആണ്. 50 ഇൻ്റർസെക്ഷൻസ് ആണ് പറയുന്നത്. 11 ബ്ലാക്ക് സ്പോട്ട് ഉൾപ്പെടെ 50 ഇൻ്റർസെക്ഷനിലെ അതിതീവ്രമായ അപകട സാധ്യത. അവിടെ മുഴുവൻ അതിന് പരിഹാരം പറയുന്നുണ്ട്. ആ പരിഹാരം പൂർത്തിയാക്കാതെ കണ്ട് ഹൈക്ക് പാടില്ല എന്നുള്ള ആവശ്യം നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിലേക്ക് വരുമെന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇവിടെ ഗതാഗത യോഗ്യമല്ല എന്നും ഈ സേഫ്റ്റി ഓഡിറ്റിലെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നും കളക്ടർ കൊടുത്ത റിപ്പോർട്ടിലും വന്നിരിക്കുകയാണ്. അതാണ്, ഞങ്ങളാണ് കളക്ടർ റിപ്പോർട്ട് ഇങ്ങനെ ഉണ്ടെന്നും അത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോടതി അത് പ്രൊഡ്യൂസ് ചെയ്യിച്ചു. ഞങ്ങൾ 2 വിധി പകർപ്പ് ഹാജരാക്കി. ഒന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ഒന്ന് ജമ്മു കാശ്മീർ ഹൈക്കോടതിയുടെയും. അതിൽ പറയുന്നത് ഗതാഗത യോഗ്യമല്ലെങ്കിൽ NHAയ്ക്ക് ടോൾ പിരിക്കാൻ അവകാശമില്ലെന്നാണ്. അങ്ങനെയാണ് അവിടെ ആ ടോൾ നിരക്ക് 40% റിഡ്യൂസ് ചെയ്യേണ്ടായത്. അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇവിടെ ഗതാഗത യോഗ്യമല്ല എന്ന് കളക്ടർ റിപ്പോർട്ടിൻ്റെ ഈ കളക്ടർ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കളക്ടർ
ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞപ്പോഴാണ് ആ റിപ്പോർട്ട് രംഗത്ത് വന്നതും അതിനെക്കുറിച്ചുള്ള വാദങ്ങൾ നടന്നതും. ഇപ്പം അതിലെ ഒരു ഇൻട്രീം ഓർഡർ എന്ന നിലയ്ക്കാണ് ഇതും. അതോടൊപ്പം തന്നെ പലരുമായി കൊടുത്തിട്ടുള്ള ടോൾ സ്ഥിരമായി നിർത്തണം എന്നുള്ള ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പിന്നെ കളക്ടറുടെ ഉത്തരവ് നടപ്പിലാക്കാൻ. ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ, കളക്ടർ മജിസ്ട്രേറ്റ് എന്നുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ ടോൾ പിരിവ് കോടതിക്ക് മുൻപേ നിർത്തിവെക്കാൻ ഉത്തരവിട്ടതാണ്. പക്ഷേ അത് അട്ടിമറിക്കപ്പെട്ടു. ഏതെങ്കിലും രാഷ്ട്രീയ ശക്തികൾ അതിന് പിന്നിലുണ്ട് എന്ന്? തീർച്ചയായും സംസ്ഥാന സർക്കാരും കമ്പനിയും അതിൻ്റെ പിന്നിലുണ്ടല്ലോ. ഇപ്പം ജില്ലാ കളക്ടർ കണ്ടെത്തിയത് ശരിയാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞില്ലേ? അതുകൊണ്ടല്ലേ 4 ആഴ്ചയ്ക്ക് ചെയ്തത്. അന്നും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ പറഞ്ഞത് താൽക്കാലികമായി നിർത്തിവെക്കാനാണ്. പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ദേ ക്യാൻ പ്രൊസീഡ്. പക്ഷേ ഇവിടെ എന്താ ഉണ്ടായത്? അത് അട്ടിമറിച്ചു. അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ചീഫ് സെക്രട്ടറി ഒന്നും അതിൽ രംഗത്ത് വരേണ്ടതല്ല. പക്ഷേ ചീഫ് സെക്രട്ടറിയുടെയും NHI ഡയറക്ടറുടെയും ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഒഴിവാക്കാനായി കളക്ടർക്ക് സർക്കാരാണ് നിർദ്ദേശം കൊടുത്തത്.